ഒരു മുറിയിൽ 2 കസേരകൾ ഇരിക്കുന്നു. ഒരു കസേരയിൽ നിങ്ങളിരിക്കുന്നു, മറുവശത്ത് നിങ്ങളുടെ അമിത ചിന്തകളും. വിചിത്രമായി തോന്നുന്നുണ്ടോ? പക്ഷെ സത്യം അതാണ്. ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മളെ ക്ഷീണിപ്പിക്കുന്നത് പലപ്പോഴും ജീവിതമല്ല, ജീവിതത്തെക്കുറിച്ചുള്ള നമ്മുടെ ചിന്തകളാണ്. അമിതമായി ചിന്തിക്കുന്നവർക്കൊരു പ്രത്യേക ശീലമുണ്ട്. സംഭവിക്കാത്ത കാര്യങ്ങൾക്ക് പോലും അവർ മനസ്സിൽ ഒരു സിനിമ ഉണ്ടാക്കും. അവൻ എന്നെ ഇഷ്ടമില്ലാത്തത് കൊണ്ടാവും അങ്ങനെ പറഞ്ഞത്. ഞാൻ പരാജയപ്പെട്ടാലോ? ആളുകൾ എന്നെക്കുറിച്ച് എന്ത് വിചാരിക്കും? ഒരു കാര്യം ചിന്തിച്ചു നോക്കൂ. ആ ചിന്തകളിൽ എത്ര എണ്ണം യഥാർത്ഥത്തിൽ സംഭവിച്ചു? ഒരു പക്ഷേ വളരെ കുറച്ച്. പക്ഷെ അവയെക്കുറിച്ച് ചിന്തിച്ച് നമ്മൾ നഷ്ടപ്പെടുത്തിയ സമാധാനം, അത് തിരികെ കിട്ടിയോ? ഒരു ചെറിയ കഥ പറയാം. ഒരു യാത്രക്കാരൻ ഒരു വലിയ ബാഗ് ചുമന്ന് നടക്കുകയായിരുന്നു. വഴിയിൽ ഒരാൾ ചോദിച്ചു, ആ ബാഗിൽ എന്താണ്? അയാൾ പറഞ്ഞു, ഇന്നലെയുടെ വിഷമവും നാളെയുടെ ഭയവും മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളുമാണ്. ആ മനുഷ്യൻ ഒന്ന് ചിരിച്ചു, എന്നിട്ട് ചോദിച്ചു, അതിൽ ഇന്നത്തെ ദിവസം എവിടെയാണ്? യാത്രക്കാരൻ നിശബ്ദനായി. ആ നിശബ്ദത നമ്മളിൽ പലരുടെയും ജീവിതമാണ്. നമ്മൾ ഇന്നലെയും നാളെയും ചുമന്ന് നടക്കുമ്പോൾ ഇന്നത്തെ ജീവിതം ജീവിക്കാൻ മറക്കുന്നു. ഒരു കാര്യം ഓർക്കൂ, ഓരോ ചിന്തയും സത്യമല്ല, ഓരോ ഭയവും യാഥാർത്ഥ്യമാകില്ല. ചില വാതിലുകൾ തുറക്കില്ലെന്ന് കരുതി ജീവിതം മുഴുവൻ പുറത്തു നിൽക്കുന്നതിനേക്കാൾ ഒരിക്കൽ മുട്ടി നോക്കുന്നതാണ് നല്ലത്. കാരണം നമ്മളെ ഏറ്റവും കൂടുതൽ ക്ഷീണിപ്പിക്കുന്നത് ജീവിതമല്ല, ജീവിതത്തെക്കുറിച്ച് നിർത്താതെ ചിന്തിക്കുന്ന മനസ്സാണ്. ഇന്നൊരു ചെറിയ തീരുമാനമെടുക്കൂ. എല്ലാ ചിന്തകൾക്കും മറുപടി കണ്ടെത്താൻ ശ്രമിക്കേണ്ട. ചില ചിന്തകളെ കാറ്റുപോലെ കടന്നു പോകാൻ അനുവദിക്കൂ. ഇപ്പോൾ ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കട്ടെ. നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ അമിതമായി ചിന്തിക്കുന്ന വിഷയം എന്താണ്? ജോലിയോ, പഠനമോ, ബന്ധങ്ങളോ, അല്ലെങ്കിൽ ഭാവിയെക്കുറിച്ചുള്ള ഭയമോ? നിങ്ങൾ ഒറ്റയ്ക്കല്ല. ജീവിതത്തെ മറ്റൊരു കാഴ്ചപ്പാടിൽ കാണാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി വീണ്ടും ഒരു പുതിയ ചിന്തയുമായി കാണാം. താങ്ക് യു.